കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളിലായി ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും ഇൻഡെക്സ് 600 പോയിന്റ് ഇടിഞ്ഞ് 22,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനടുത്തെത്തുകയും ചെയ്തു. മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് നെഗറ്റീവായി തുടരുന്നെങ്കിലും 22,260 നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 22,300 മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ ഇൻഡെക്സ് 22,500 വരെ ഉയരാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 1,500 പോയിൻ്റാണ് ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 47,300 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 47,300 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ ബാങ്ക് നിഫ്റ്റി 46,500 വരെ ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം 48,000 ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട 2 സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒരു സ്റ്റോക്കിൽ പോസിറ്റീവ് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനും മറ്റേ സ്റ്റോക്കിൽ നെഗറ്റീവ് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനുമാണ് പ്രതീക്ഷിക്കേണ്ടത്. ആദ്യം തന്നെ നെഗറ്റീവ് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന സ്റ്റോക്കിലേക്ക് കടക്കാം. സ്റ്റോക്കിൻ്റെ പേര് വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.9% ഇടിഞ്ഞ് 12 രൂപ 90 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 64,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ടെലികോം സെക്ടറിലെ ഒരു കമ്പനിയാണ് വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയയുടെ FPO അല്ലെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ നാളെ ഏപ്രിൽ 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഈ FPOയിൽ കമ്പനി അതിൻ്റെ സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് സെൽ ചെയ്യുന്നത്. 10 രൂപ 11 രൂപ എന്നീ അപ്പർ ലോവർ ബാൻഡുകളിലാണ് വോഡാഫോൺ ഐഡിയ അതിൻ്റെ സ്റ്റോക്കുകൾ ഡിസ്കൗണ്ട് റേറ്റിൽ സെൽ ചെയ്യുന്നത്. അതേസമയം പല അനലിസ്റ്റുകളും വോഡാഫോൺ ഐഡിയയുടെ FPOയിൽ നിന്നും വിട്ടു നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനി മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഓരോ ക്വാർട്ടർ കഴിയുന്തോറും കമ്പനിയുടെ ലോസ് ഉയർന്നു വരികയും ചെയ്യുന്നു. ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ തുടങ്ങിയ ടെലികോം സെക്ടറിലെ കമ്പനികൾ ഉയർത്തുന്ന ഹൈപ്പർ കോമ്പറ്റീഷൻ മറികടക്കാൻ വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഒരു ക്യാഷ് ബേർണിംഗ് ബിസിനസ് മോഡൽ കൂടിയാണ്. ഈ ഫാക്ടറുകളെല്ലാം പരിശോധിച്ചാണ് അനലിസ്റ്റുകൾ വോഡാഫോൺ ഐഡിയയുടെ FPOയിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാവശ്യപ്പെടുന്നത്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ കഴിഞ്ഞ 9 മാസത്തെ പെർഫോമൻസ് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ 2023-ൽ 22,822 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തെടുത്ത് 2024 ഫിനാൻഷ്യൽ ഇയറിലെ 3 ക്വാർട്ടറിലായി 23,564 കോടി രൂപയുടെ ലോസാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിക്ക് മുകളിൽ 2.15 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്. സ്പെക്ട്രം അലോക്കേഷനുമായി ബന്ധപ്പെട്ട് മാത്രം വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി 58,254 കോടി രൂപ ഗവൺമെൻറ്റിന് പേ ചെയ്യാനുമുണ്ട്. വോഡാഫോൺ ഐഡിയ 12 രൂപ 90 പൈസയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. നാളെ 10 രൂപ 11 രൂപ എന്നീ റേഞ്ചുകളിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. FPO സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു റിലീഫ് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം FPO വഴി ലഭിക്കുന്ന തുക കമ്പനി കടബാധ്യത കുറയ്ക്കുന്നതിനും ഡ്യൂസ് റീപേ ചെയ്യുന്നതിനും ഉപയോഗിക്കും. അതുകൂടാതെ 4G ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടും ഒരു തുക നീക്കി വയ്ക്കുമെന്ന് കമ്പനിയുടെ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ ക്വാർട്ടർ കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ മാസം കഴിയുന്തോറും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് നഷ്ടമാകുന്നത് കമ്പനിയുടെ ആവറേജ് റവന്യൂ പെർ യൂസറിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ ഫാക്റ്റുകളെല്ലാം പരിശോധിച്ചാണ് അനലിസ്റ്റുകൾ വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിയുടെ FPOയിൽ റിറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എന്ന രീതിയിൽ ഒരു സജഷൻ നൽകുന്നത്. വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്ക് 12 രൂപ 90 പൈസയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് 11 രൂപ 10 രൂപ എന്നീ സപ്പോർട്ടുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. ഇനി വോഡാഫോൺ ഐഡിയ പോലുള്ള പെന്നി സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റോക്കിനെ 7 രൂപ 50 പൈസ 6 രൂപ 90 പൈസ തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തുമ്പോൾ പൊസിഷൻ എടുത്ത് 10 രൂപയ്ക്കടുത്തോ 11 രൂപയ്ക്കടുത്തോ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ്. ഈ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് അംബുജ സിമൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ അംബുജ സിമൻറ്റ് എന്ന സ്റ്റോക്കിൽ പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ പ്രതീക്ഷിക്കാം. അംബുജ സിമൻറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.5% ഉയർന്ന് 622 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.36 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 42.19. അംബുജ സിമൻറ്റുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് അദാനി ഗ്രൂപ്പ് 8,339 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്യൂഷൻ അംബുജ സിമൻറ്റ് എന്ന കമ്പനിയിൽ നടത്തി. അദാനി ഗ്രൂപ്പ് ഇതുവരെ 20,000 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്യൂഷനാണ് അംബുജ സിമൻറ്റിൽ നടത്തിയിരിക്കുന്നത്. 2022 ഒക്ടോബർ മാസത്തിൽ 5,000 കോടിയുടെയും 2024 മാർച്ച് മാസത്തിൽ 661 കോടിയുടെയും ഇപ്പോൾ അതായത് ഏപ്രിൽ 17-ാം തീയതി ഏകദേശം 8,339 കോടിയുടെയും ഫണ്ട് ഇൻഫ്യൂഷനാണ് അംബുജ സിമൻറ്റ് എന്ന കമ്പനിയിൽ നടത്തിയത്.
2028 അംബുജ സിമൻറ്റിൻ്റെ സിമൻറ്റ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 140 മില്യൺ ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കമ്പനി 20,000 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്യൂഷൻ നടത്തിയിരിക്കുന്നത്. ഈ ഫണ്ട് ഇൻഫ്യൂഷൻ്റെ പശ്ചാത്തലത്തിൽ ഫാസ്റ്റ് ട്രാക്ക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാവശ്യമായ ക്യാപിറ്റൽ ഫ്ലെക്സിബിലിറ്റി കമ്പനിക്ക് ലഭിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ശക്തിയാർജിക്കും. കൂടാതെ സസ്റ്റൈനബിൾ വാല്യൂ സ്റ്റോക്ക് ഹോൾഡേഴ്സിന് സസ്റ്റൈനബിൾ വാല്യൂ ക്രിയേഷനിലുള്ള ഒരവസരവും ലഭിക്കും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അംബുജ സിമൻറ്റ് എന്ന സ്റ്റോക്കിൽ നാളെ പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. 617 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 635 പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. 635 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 700, 715 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെ 600 രൂപ ഒരു സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. 600 അംബുജ സിമൻറ്റിനെ സംബന്ധിക്കുന്ന പ്രധാന സപ്പോർട്ട് സോൺ കൂടിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്